ഇനി അടുത്തത് തെളിയിക്കാനുള്ളത് ഒരു കൊറോളറിയാണ്. ആ കൊറോളറി പറയണത് എന്താ? ഇഫ് എ സ്പേസ് എക്സ് ഹാസ് എ പ്രോപ്പർട്ടി if a space X has a property that for any two mutually disjoint closed subsets A, B of X, there exists a continuous function f which is defined from x to 0, 1, takes the value 0 at all points of A and the value 1 for all points of B, then x is normal. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണെന്നാണ് പറയുന്നത്? നോർമൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. രണ്ട് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റുകളാണ് എയും ബിയും. അവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട് എഫ് വിച്ച് ഇസ് ഡിഫൈൻഡ് ഫ്രം എക്സ് ടു 0, 1 വിച്ച് ടേക്സ് ദ വാല്യൂ 0 അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് എ ആൻഡ് വാല്യൂ 1 അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ്? നോർമൽ. ഇത് വേറൊന്നുമില്ല, നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഒരു സ്പേസ് എക്സ് രണ്ട് മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സബ്സെറ്റുകൾ ഇതാ എയും ബിയും ഞാൻ വരച്ചു. ക്ലോസ്ഡ് സബ്സെറ്റുകളാണ്, അപ്പോൾ നമുക്ക് വട്ടം വേണ്ട അല്ലേ? ക്ലോസ്ഡ് സബ്സെറ്റുകളായതുകൊണ്ട് നമുക്ക് ബോക്സ് വരയ്ക്കാം. രണ്ട് ക്ലോസ്ഡ് സബ്സെറ്റുകൾ എയും ബിയും. then there exists a continuous function. അവിടെ ഒരു എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട് വിച്ച് ഇസ് ഡിഫൈൻഡ് ഫ്രം എക്സ് ടു 0, 1 സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും ഫോർ ഓൾ എക്സ് എന്ന് പറയുന്നത് എയിലുള്ള ആൾക്കാർ. എയിലുള്ള ഏത് പോയിന്റിന് ആ ഫംഗ്ഷന് കൊടുത്താൽ ആ ഫംഗ്ഷൻ എന്താ തരിക? 0 എന്ന് പറയുന്ന വിലയാണ് നൽകുക. ആൻഡ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഏത് വൈയും എവിടെ ഉള്ള ആളാ? ബിയിലുള്ള ആളാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണെന്നാണ് പറയണത്? നോർമലാണ് എന്നാണ് പറയുന്നത്. ഇതിനെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? അതിന് മുകളിലത്തെ നമുക്ക് നേരത്തെ പറഞ്ഞ ആ പ്രപ്പോസിഷൻ മതി. എയും ബിയും സബ്സെറ്റുകളാണ് ആ സ്പേസ് എക്സിന്റെ എന്നുള്ളതാണ് മുകളിലത്തെ പ്രപ്പോസിഷനിൽ പറഞ്ഞത്. മുകളിലത്തെ പ്രപ്പോസിഷനിൽ നമ്മളിവിടെ പറഞ്ഞ് എയും ബിയും എന്തായിരുന്നു എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ? രണ്ട് സബ്സെറ്റുകൾ ഓഫ് എ സ്പേസ് എക്സ് എന്നാ പറഞ്ഞത്. എയും ബിയും ഡിസ്ജോയിന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ജോയിന്റ് ആണ് എന്നുള്ള കാരണം ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകളാണ് യുവും ബിയും അവിടെ വന്നത്. എ എന്ന് പറയുന്നത് യുവിൻ്റെ ഉള്ളിലാണ്, ബി എന്ന് പറയുന്നത് ബിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർലി അവിടെ എയും ബിയും എന്തായി മാറിയെന്നേ ഉള്ളൂ? രണ്ട് ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സബ്സെറ്റുകളായിട്ട് മാറി എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ പ്രപ്പോസിഷനും ഈ കൊറോളറിയും തമ്മിൽ. അപ്പോൾ ഇറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് എഫക്ട് ഫ്രം ദിസ് പ്രപ്പോസിഷൻ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ആണ് വി ആർ മൂവിങ് ടു ദ ലെമ, ഒറിസോൺസ് ലെമ. ഒറിസോണിൻ്റെ ലെമയാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇതാണ് ലെമ എന്ന് പറയുന്നത്. അപ്പോൾ ലെമ പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ മുകളിലത്തെ രണ്ടെണ്ണം കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്ത് വെക്കുക? പ്രൂവ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയണത്? A topological space X is normal if and only if it has a property that for every two mutually disjoint closed subsets A, B of X, there exists a continuous function f which is defined from x to 0, 1 such that f of x is equal to 0 for all x belongs to A and f of x is equal to 1 for all x belongs to B. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ നിന്നും നമ്മൾ എഴുതിയുണ്ടാക്കിയ സംഭവമാണ് ഇത്. അപ്പോൾ എക്സ് നോർമൽ ആവാനുള്ള കണ്ടീഷൻ ആയിരിക്കണം ഇത് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ് നോർമൽ എപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സ് നോർമൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള രണ്ട് ക്ലോസ് സബ്സെറ്റുകൾ എയും ബിയും എനിക്ക് പറയാൻ പറ്റും. ആ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടെ രണ്ട് ക്ലോസ്ഡ് ഡിസ്ജോയിൻ്റ് സബ്സെറ്റുകളെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി തിരിച്ച് എയും ബിയും രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സബ്സെറ്റുകളാണ് ആരുടെ? എക്സിൻ്റെ എന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടെ എനിക്ക് അവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്പേസ് എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും? നോർമലായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അവിടെ പറയുന്നത് ഒരു കൊറോളറിയാണ്. ഓൾ T4 സ്പേസ് ആർ കംപ്ലീറ്റ്ലി റെഗുലർ. എല്ലാ T4 സ്പേസും കംപ്ലീറ്റ്ലി റെഗുലർ ആണ്, ആയതുകൊണ്ട് തൈക്കോനോഫ് ആണ് എന്നാണ് പറയുന്നത്. എല്ലാ T4 സ്പേസുകളും കംപ്ലീറ്റ്ലി റെഗുലർ ആണ്, അതുകൊണ്ട് അതെന്താണ് തെളിയിക്കണം? നമ്മൾ തൈക്കോനോഫ് ആണ് എന്ന് തെളിയിക്കണം. നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തായാലും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ഓൾ T4
all T4 spaces are completely regular. കംപ്ലീറ്റ്ലി റെഗുലർ ആയതുകൊണ്ട് അതിനുശേഷം നമുക്ക് എന്ത് പറയാന്നാ പറഞ്ഞത്? അവരെല്ലാം തൈക്കോനോഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ സാധിക്കും? യഥാർത്ഥത്തിൽ T4 എന്ന് പറഞ്ഞ ആളാരാ? T4 എന്ന് പറയുന്നത് വാട്ട് ഇസ് ആക്ച്വലി T4? T1 പ്ലസ് നോർമലാണ് എന്ത് T4 എന്ന് പറയണത്. അപ്പോൾ T1 പ്ലസ് നോർമലിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ്ലി റെഗുലർ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തെളിയിക്കാം. T1 പ്ലസ് നോർമലിൽ നിന്ന് കംപ്ലീറ്റ്ലി റെഗുലർ ആണ്. കംപ്ലീറ്റ്ലി റെഗുലറിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ്, ഒരു പോയിന്റ് ഉണ്ട്, ഒരു ക്ലോസ്ഡ് സെറ്റ് ഉണ്ട്. ഒരു ക്ലോസ്ഡ് സെറ്റിനെയും ഒരു പോയിന്റിനെയും ഒരു ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടെ, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിഫൈൻഡ് ഫ്രം എക്സ് ടു 0 1, ഒരു ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടെ സെപ്പറേറ്റ് ചെയ്യാം സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആവുകയും എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് 1 ആവുകയും ചെയ്യും. ഫോർ ഓൾ വൈ ബിലോങ്സ് ടു, വൈ എവിടെയുള്ള ആളാ? ഫോർ ഓൾ വൈ ബിലോങ്സ് ടു സി എന്നുള്ളതാണ് നമുക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എങ്ങനെ എത്തിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ തൽക്കാലം എങ്ങനെയായാലും ഒരു പോയിന്റും ഒരു ക്ലോസ്ഡ് സെറ്റും കൊണ്ടുവരണമല്ലോ, എന്നിട്ട് അത് ഡിസ്ജോയിൻ്റ് ആണെന്നുള്ള തരത്തിലേക്ക് എത്തിക്കണമല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ പരിപാടി. അപ്പോൾ ഐ എം കൺസിഡറിങ് എ പോയിന്റ് എക്സ് which is belonging to the set X, and I consider a closed set C. C എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് സെറ്റാണ് which is contained in X. എക്സിലുള്ള ഒരു ക്ലോസ്ഡ് സെറ്റാണ് C എന്ന് പറയുന്നത്. ഈ എക്സും സിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ പോയിന്റ് എക്സും സിയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? എക്സ് എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഇല്ല? നമ്മുടെ C എന്ന് പറയുന്ന ക്ലോസ്ഡ് സെറ്റിൽ ഇല്ല. ഇത്രയും കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് ഒരു T1 സ്പേസ് ആണ്. എക്സ് T1 ആണല്ലോ. T1ൻ്റെ പ്രത്യേകത പ്രകാരം നമുക്കറിയാം എല്ലാ സിംഗിൾ ടൺ സെറ്റുകളും ക്ലോസ്ഡ് ആണ്. നമ്മൾ T1 എന്താ T2 എന്താന്നൊക്കെ പറഞ്ഞ് വന്നോട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ആദ്യത്തെ പ്രപ്പോസിഷനോ മറ്റെയാണോ അത്. T1 സ്പേസ് ആയതുകൊണ്ട് സിംഗിൾ ടൺ സെറ്റുകളെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിംഗിൾ ടൺ എക്സ് എന്താണ് നമുക്ക് പറയാം? ക്ലോസ്ഡ് ആണ് എന്ന് പറയാം. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ 2 ക്ലോസ്ഡ് സെറ്റുകൾ കിട്ടി. ഏതൊക്കെയാണ് 2 ക്ലോസ്ഡ് സെറ്റ്? ഒന്ന് സിംഗിൾ ടൺ എക്സും ഒന്ന് സി എന്ന് പറയുന്നതും കിട്ടി. ഇവർ രണ്ടുപേരും എന്ത് സ്വഭാവക്കാരാണെന്ന് മനസ്സിലായി. സിംഗിൾ ടൺ എക്സ് ക്ലോസ്ഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ആ ക്ലോസ്ഡ് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? എക്സ് T1 ആണ് എന്നുള്ളത് കൊണ്ടാണ്. സി പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തന്നെ എന്താണ്? ക്ലോസ്ഡ് ആണ്. ഇനി ഇവർ ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവർ ഡിസ്ജോയിൻ്റ് ആണോ? എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ ഇല്ല? സിയിലില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെറ്റ് എക്സ് സിയിലുണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? സെറ്റ് എക്സും സിയും എന്ത് സെറ്റിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്? ഇവർ രണ്ടുപേരും ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റുകളാണ് അല്ലേ? സബ്സെറ്റുകളാണ് എന്ന് തന്നെ പറയാം. ആരുടെ? എക്സിൻ്റെ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ ഹൊറിസോൺ ക്യാരക്ടറൈസേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ലെമ്മ എന്താ പറഞ്ഞേ? ഹൊറിസോണ്ടൽ ലെമ്മ പറഞ്ഞത് ഇവിടെ നമുക്ക് 2 മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സെറ്റുകൾ വേണം. ആ 2 ക്ലോസ്ഡ് സെറ്റുകളാണ് ഒന്ന് സെറ്റ് എക്സും ഒന്ന് സെറ്റ് സിയും. ഒരു സംശയം ഉണ്ടോ? സെറ്റ് എക്സും സെറ്റ് സിയും എന്തായി? 2 ഡിസ്ജോയിൻ്റ് ക്ലോസ്ഡ് സെറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഓൾറെഡി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മളവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? ലെമ്മ പ്രകാരം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആവുകയും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആവുകയും എഫ് ഓഫ് വൈ എന്ന് പറയുന്നത്
1 ആവുകയും ചെയ്താൽ ഫോർ ഓൾ y ബിലോങ്സ് ടു സി, എക്സ് എന്താണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും? എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെഗുലർ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെഗുലർ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഉദ്ദേശം എക്സ് കംപ്ലീറ്റ്ലി റെഗുലർ ആണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്താണ് തെളിയിക്കണം? തൈക്കോനോഫ് ആണ് എന്ന് തെളിയിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു, കംപ്ലീറ്റ്ലി റെഗുലറും T1 ആണെങ്കിൽ, നമ്മളവിടെ പഠിച്ചത് എന്തായിരുന്നു? നമ്മളൊരു പ്രൊപ്പോസിഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, പ്രൊപ്പോസിഷനോ ലെമയോ തിയറോ എന്തോ നമ്മൾ എഴുതിയിട്ടുണ്ട്. എവ്രി കംപ്ലീറ്റ്ലി റെഗുലർ സ്പേസ് റെഗുലർ ആണ്, തൈക്കോനോഫ് T3 ആണ് എന്ന് പറയുന്ന ഒരു കേസിൽ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തൈക്കോനോഫ് സ്പേസ് ആവാം, കംപ്ലീറ്റ്ലി റെഗുലറിൽ നിന്ന് തൈക്കോനോഫ് ആവാനുള്ള മാർഗം എന്താ? കംപ്ലീറ്റ്ലി റെഗുലറിൽ നിന്ന് T3 തൈക്കോനോഫ് ആവാനുള്ള ആകെ മാർഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെഗുലർ പ്ലസ് T1. ആകെ മാർഗം എന്ന് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി റെഗുലറിന്റെ കൂടെ T1 ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പേസിനെ നമുക്ക് എന്ത് പറയാം? തൈക്കോനോഫ് ആണെന്ന് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെഗുലർ ആണ് എന്നാണ് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത്. എക്സ് എന്തായി? കംപ്ലീറ്റ്ലി റെഗുലർ ആയി. എക്സ് ഓൾറെഡി T1 ആണ്, കാരണം എക്സ് T4 ആണ്. എക്സ് T4 ആയതുകൊണ്ട് എക്സ് എന്തായിരിക്കും? T1 ആയിരിക്കും. ഞാനിപ്പോൾ അത് ഹൈറാർക്കി വെച്ച് നോക്കിയാലും ശരി, T4ന്റെ ഡെഫിനേഷൻ വെച്ച് നോക്കിയാലും ശരി, T4 എന്ന് പറഞ്ഞാൽ T1 പ്ലസ് നോർമൽ ആണ്. അപ്പം എക്സ് T1 ആയി. അപ്പം എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെഗുലറും T1 ആയതുകൊണ്ട് എക്സ് എന്താണ് എന്ന് പറയാം? തൈക്കോനോഫ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതാണ് പ്രപ്പോസിഷൻ. ഇനി നമുക്ക് അത് കൊറോളറിയാണ്. ഇനി അവിടെ പറയുന്നത്, ഇനി അടുത്ത് പറയാനുള്ളത് ടേക്സ് ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി ആണ് കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.